ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിനകത്തും നെതന്യാഹുവിന് രക്ഷയില്ല. അദ്ദേഹത്തെ എതിർ വിഭാഗം അടിച്ച് താഴെയിട്ടു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വേറൊന്നുമില്ല, ആശുപത്രി പ്രവേശിപ്പിക്കാൻ പാകത്തിൽ ശരീരത്തിലാകമാനം മുറിവേറ്റു എന്നുള്ളത്, മാനസികമായ രീതിയിൽ വല്ലാതെ തളർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഒക്കെയാണ് പുറത്തു വന്നത്. ഇറാനാണ് ഈ റിപ്പോർട്ട് ആദ്യമായി പുറത്തുവിട്ടത്. അത് വീഡിയോ സഹിതം പുറത്തുവിട്ടു. അപ്പോൾ വീഡിയോ സഹിതം പുറത്തുവിട്ടു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള വിഷയമുണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മീഡിയകളൊന്നും ഇസ്രായേൽ പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല ഇസ്രായേലിൻ്റെ അവരുടെ പാർലമെൻ്റ് ആയിരിക്കുന്ന നെസറ്റിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എതിർഭാഗത്തുനിന്ന് ആളുകൾ കയറി വരുന്നു, അയാളെ അടിക്കുന്നു, താഴെ ഇടുന്നു, ചവിട്ടിക്കൂട്ടുന്നു. വളരെ ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഇസ്രായേലിൻ്റെ നെസറ്റിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ അടിച്ചു കഴിഞ്ഞിട്ട് താഴെ ഇട്ടിട്ട് ചവിട്ടി കൂട്ടുന്നൊരു പരിപാടി. എന്നിട്ട് അത് വീഡിയോ ചിത്രീകരിക്കുന്നു. ആ വീഡിയോ നേരെ പോയത് ഇറാനിലേക്കാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. IRGCക്ക് പിന്തുണ നൽകുന്ന ഇറാൻ്റെ ഒരു വിഭാഗമാണ് വീഡിയോ സഹിതം ട്വിറ്ററിലൂടെ ഈ വിവരങ്ങൾ പങ്കുവെച്ചത്. അത് പങ്കുവെച്ചതോട് കൂടിയിട്ട് പിന്നെ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ഇസ്രായേലിൻ്റെ അകത്തുള്ള വിഷയം എന്ന് പറയുന്നത്, ആരാണ് ഈ വീഡിയോ ചോർത്തി കൊടുത്തത്? പാർലമെൻറ്റിൻ്റെ അകത്ത് നിന്ന് ഒരു വീഡിയോ ദൃശ്യം റെക്കോർഡ് ചെയ്യുന്നു. അത് വളരെ പെട്ടെന്ന് ഇറാനിലെത്തുന്നു. ഇറാൻ അത് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നു. അത് ലോകം മുഴുവനും കണ്ട് രസിക്കുന്നു. അത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല. അഥവാ ചാരസംഘത്തിൽപ്പെട്ടവർ മൊസാദിനെ പോലും ഒറ്റാൻ മാത്രം പാകത്തിലുള്ള ഇറാൻ്റെ സംഘങ്ങൾ ഇസ്രായേലിനകത്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റും. ആദ്യത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇസ്രായേലിൻ്റെ കൃത്യമായിരിക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ ആയുധ നിർമ്മിക്കുന്ന ഫാക്ടറികൾ, ആണവ നിലയങ്ങൾ, സൈനികർ താമസിക്കുന്ന ഇടങ്ങൾ, ശാസ്ത്രജ്ഞന്മാരെ താമസിപ്പിക്കുന്ന മേഖലകൾ, ഇവിടെല്ലാം കൃത്യതയോടുകൂടി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിലേക്കുള്ള ഒരു ആക്രമണം അല്ലല്ലോ യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ നടക്കുന്നത്. ആ ആക്രമണം നടക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 കിലോമീറ്റർ ദൂര പരിധിയിൽ നിന്ന് ഒരു മിസൈൽ ഉയർന്നു പൊന്തുന്നു, കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തകരുന്നു. അത് ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ നിരീക്ഷിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. മിസൈൽ യഥാർത്ഥത്തിൽ നേരെ കുത്തനാണ് ഉയർന്നു പൊന്തുന്നത്. നേരെ പൊന്തിയതിന് ശേഷം പിന്നെ അത് സ്ട്രൈറ്റായിട്ട് പോകുന്നു. സ്ട്രൈറ്റായിട്ട് പോയിട്ട് അതിന് ലക്ഷ്യത്തിലെത്താൻ നേരം അത് നേരെ കുത്തനെ താഴോട്ട് പതിക്കുന്നു. അത് കൃത്യമായ ലക്ഷ്യം കൊണ്ട് ഈ തകർക്കപ്പെടുന്നു. നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവം എന്നല്ല മിസൈൽ ആക്രമണം എന്ന് പറയുന്നത്. വളരെ കരുത്തോടും ശക്തിയോടും കൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ 2000-4000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമാണ്. അതൊന്നും നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതേക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടാണ് അതിനൊരു ഗൗരവം തോന്നാത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണവും പിന്നീട് അയാൾ അപ്രത്യക്ഷമായതുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിന് മുൻപിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു, അപഹാസ്യരായിരിക്കുന്നു, നാണം കെട്ടിരിക്കുന്നു. ജൂതന്മാരെന്ന് പറഞ്ഞ് ലോകത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. 5-6 രാജ്യങ്ങൾ ആക്രമിച്ചാൽ ഒരേ സമയത്ത് നിന്നുകൊണ്ട് തിരിച്ചടിച്ച് വിജയം വരിക്കുന്ന ഒരു രാജ്യം, ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ മുട്ടിൽ ഇയഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. സാധാരണ ഇതിൽ അങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് വലിയ ആക്രമണം ഉണ്ടാവില്ല, ഇങ്ങോട്ട് ആക്രമിച്ചാൽ പ്രതിരോധിച്ചുകൊണ്ട് അവസാനിക്കും. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആകാശം പോലും ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ. കാര്യം 1948 സ്വാതന്ത്ര്യം, പിന്നെ 1967 ഏറ്റവും വലിയ യുദ്ധങ്ങൾ, 67 യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം അവരുടെ ദേശം കൂടി പിടിച്ചെടുത്തുകൊണ്ട് അന്നത്തെ ഇസ്രായേലിൻ്റെ ഭൂമിയുടെ 4 ഇരട്ടി വിസ്താരമുള്ള ഭൂമിയാക്കി അത് മാറ്റി. ഏറ്റവും വലിയ മേഖലയിൽ, അതായത് ഈ മിഡിൽ ഈസ്റ്റ് മേഖല ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു അന്ന് ഈജിപ്തിൻ്റെ നാസറിൻ്റെ നേതൃത്വത്തിലാണ് ആ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ മണിക്കൂറുകൾക്കകം പരാജയപ്പെടും ഇസ്രായേൽ എന്ന് ലോകം മുഴുവനും വിലയിരുത്തിയ യുദ്ധമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്, തിരിച്ചടി ഉണ്ടായി. അതിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ അതല്ല പരിശോധിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യങ്ങളെ പരാജയപ്പെടുത്തി ലോകത്തിന് മുൻപിൽ അഭിമാനം ഉയർത്താൻ വേണ്ടിയിട്ട് ജൂത വിഭാഗത്തിന് സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ്. ഗസയിൽ തൊട്ടതോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈ പൊള്ളിയത്. അവിടെ ഇപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ആ രീതിയിലാണ്. അവിടുത്തെ ഭരണ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇസ്രായേൽ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സൈന്യത്തെ ഇറക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അറേബ്യൻ സൈന്യത്തെ ഇറക്കണമെന്ന് പറഞ്ഞു. ഒന്നും നടക്കുന്നില്ല. അവിടെ ഇപ്പോൾ ഹമാസ് ഭരിക്കുന്നു എന്നുള്ളതാണ്. 2 വർഷം യുദ്ധം ചെയ്തിട്ട് അവരെ കീഴടക്കാനോ പരാജയപ്പെടുത്താനോ ആധിപത്യം ഉണ്ടാക്കാനോ സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ ഇസ്രായേൽ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു യുദ്ധമായത് 2023 ഒക്ടോബർ 7 ശേഷം നടന്നത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ ഭരണകർത്താക്കളോട് ചോദിക്കപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഇസ്രായേൽ ജൂത വിഭാഗങ്ങളാണ് ചോദിക്കുന്നത്.
നമ്മളിപ്പോൾ ഇത്രയും കാലത്ത് 40 ദിവസത്തോളമായി യുദ്ധം ചെയ്യുന്നു. ഈ കാലയളവിൽ എത്ര സൈനികർ കൊല്ലപ്പെട്ടു കൃത്യമായ രീതിയിൽ പറയണം. അത് രണ്ടും കൂട്ടിയിട്ട് പറയണമെന്ന് പറയുന്നത്. അതായത് ലെബനാനിലുള്ള ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സൈനികരെ പിടികൂടപ്പെട്ടു ശത്രുശക്യം, അല്ലെങ്കിൽ ലെബനാൻ, അതല്ലെങ്കിൽ ഇറാൻ, അതിനെക്കുറിച്ച് വിവരങ്ങൾ പറയണം. എത്ര യുദ്ധവിമാനം തകർക്കപ്പെട്ടു, ടാങ്കുകൾ എത്ര, കവചിത വാഹനങ്ങൾ എത്ര, നാശം ഉണ്ടായത് എത്ര, സാമ്പത്തിക നഷ്ടം എത്ര, ഇതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിശദീകരണം. അത് പരിക്കേറ്റ സൈനികരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് യുദ്ധം ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുക. അതായത് ചില സൈനികർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വിരമിക്കുകയാണ്, ഞങ്ങൾക്ക് ശമ്പളവും വേണ്ട, ഞങ്ങൾക്ക് പെൻഷനും വേണ്ട, ഞങ്ങൾക്ക് ജീവൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് മാനസികമായ രീതിയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അവിടുത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചോദിക്കാനുള്ള അധികാരം. ഇതിനൊന്നും മറുപടി പറയുന്നില്ല. ഇതിനോട് കൂടിയിട്ടാണ് ക്ഷുഭിതരായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പവർ യഥാർത്ഥത്തിൽ വീണൊടഞ്ഞിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞത് ഇറാനെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അവർ കണക്കൂട്ടലൊക്കെ തെറ്റി. കഴിഞ്ഞ വർഷത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുന്ന കണക്കിങ്ങനെയാണ്, 2% പോലും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി പ്രയോഗിക്കാത്ത ഒരു യുദ്ധമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. 2025 12 ദിവസം നീണ്ടു നിന്നിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടതാണ്. 2% പോലും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടലിൽ 20% പോലും ഉപയോഗിച്ചിട്ടില്ല. 80% ബാക്കിയാണ്. യുദ്ധത്തിൻ്റെ ഇടവേളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ വെറുതെ കാറ്റുകൊണ്ടിരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്രമിക്കില്ല, കഠിനാധ്വാനം ചെയ്യും. ഞങ്ങൾക്ക് സൈനികരെ ഏകോപിപ്പിക്കാനുണ്ട്, അവരുടെ ആയുധ സംബന്ധമായ കാര്യങ്ങൾ നിരീക്ഷിക്കാനുണ്ട്, മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുനർനിർമ്മിക്കാനുണ്ട്, അത് മറ്റ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനുണ്ട്. ഈ പ്രവൃത്തികൾ തങ്ങൾ 14 ദിവസം ചെയ്യും. വീണ്ടും ആക്രമിക്കുന്ന ഒരു സ്വഭാവ രീതികൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായാൽ തീർച്ചയായിട്ടും കഠിനമായിരിക്കുന്ന ശിക്ഷ കൊണ്ട് നമ്മൾ അവരെ പരീക്ഷിക്കുകയും ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ബഹ്റൈൻ കൊണ്ടുവന്ന ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അഥവാ ഹോർമുസ് കടലിനെ സ്വതന്ത്രമാക്കണമെന്നും അതിൽ നിന്നുള്ള ഇറാൻ്റെ നിയന്ത്രണം എടുത്തു കളയണം എന്നുള്ള ഒരു വീറ്റോ എന്നുള്ള ഒരു പ്രമേയമാണ് UN സഭയിൽ അവതരിപ്പിച്ചത്. അത് ചൈനയും റഷ്യയും വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി. അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഒരു മുസ്ലിം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങൾ വീറ്റോ പവർ ഉപയോഗിച്ചത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ഇതിനു മുൻപ് സമാനമായിരിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഇറാഖിനെതിരെ, സദ്ദാം ഹുസൈനെതിരെ കൊണ്ടുവന്നിരുന്നു. ആരും വീറ്റോ പവർ ഉപയോഗിച്ചിട്ടില്ല. അന്നും ഈ പറയപ്പെട്ട റഷ്യ, ചൈന ഉണ്ടായിരുന്നു, അമേരിക്കയും ബ്രിട്ടൻ ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ 5 വീറ്റോ രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ ബ്രിട്ടൻ എന്ത് നിലപാട് സ്വീകരിച്ചു, അതായത് ബ്രിട്ടൻ മൗനം പാലിച്ചു എന്നാണ് പറയുന്നത്. വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ കൃത്യമായിട്ട് വരെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം, UN-ൽ നിന്ന് ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് ഒരു കാലത്തും കഴിയില്ല. കാര്യം ഇപ്പോൾ ആദ്യമൊക്കെ രഹസ്യമായ രീതിയിലായിരുന്നു ചൈനയും റഷ്യയും ഇറാനെ സഹായിച്ചിരുന്നത്. ഇപ്പോൾ അത് പരസ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പരസ്യമായിട്ട് ചെയ്തു എന്ന് പറയുന്നത് വീറ്റോ പവറാണ്. ലോകത്ത് എല്ലാ കാലത്തും അത് രേഖപ്പെടുത്തി വെക്കും. ഇറാനെതിരെ ഒരു പ്രമേയം UN സഭയിൽ കൊണ്ടുവരുന്ന സമയത്ത് അത് ചൈനയും റഷ്യയും വീറ്റോ, ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യം വീറ്റോ ചെയ്താൽ തന്നെ വീറ്റോ ആണ്. 5 രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യമാണ് വീറ്റോ പവർ ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റ് ഈ രാജ്യങ്ങൾ അതിന് അനുകൂലമായിരിക്കും നിലപാടെടുത്തിട്ട് കാര്യമില്ല. അതായത് 160-അധികം രാജ്യങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രമേയം അവതരിപ്പിക്കുകയും പ്രമേയം പാസ്സാക്കുകയും ചെയ്തതാണ്. അവിടെ അമേരിക്ക എന്ത് ചെയ്തു? വീറ്റോ പവർ ഉപയോഗിച്ചു. അമേരിക്ക ഒരു രാജ്യം മാത്രമാണ്. അവിടെ ചൈന ഇല്ലായിരുന്നു, അവിടെ റഷ്യ ഇല്ലായിരുന്നു, അവിടെ ഫ്രാൻസ് ഇല്ലായിരുന്നു, അവിടെ ബ്രിട്ടൻ ഇല്ലായിരുന്നു. ഈ 4 രാജ്യം മാറിയിരുന്നു, അമേരിക്ക മാത്രം ചെയ്തു. വീറ്റോ പവർ കാരണം ആ പ്രമേയം തള്ളപ്പെട്ടു പോയി. അത് സാധാരണ ഉണ്ടാകുന്നതാണ്. അത് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റ് അകത്തൊരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വീറ്റോ പവറിന് കാത്തു നിൽക്കുന്നതിലേക്കാണ് നല്ലത് നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കൂ എന്നുള്ളതാണ്. അതതിൻ്റെ യാഥാർത്ഥ്യമാണ്. അത് ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത്, കഴിഞ്ഞ വർഷം 2024-ലും 2025-ലും ഈ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഈ ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞൊക്കെ പ്രധാനമായിരിക്കുന്ന കാര്യം, ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അവർക്ക് സഹായം നൽകുകയാണ് വേണ്ടത്. കൃത്യമായിരിക്കുന്ന മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടല്ലേ ഭാവിയിൽ വലിയ രീതിയിലുള്ള മുറിപ്പാട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ മടിയിൽ നിങ്ങൾ പാമ്പിനെ പാലൂട്ടി വളർത്തുന്നു എന്നാണ് ഉദാഹരണം പറഞ്ഞത്.
അതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ള സത്യമാണ്. കാരണം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു, തിരിച്ചടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ സംഘശക്തിയെ നേരിടാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരോടൊപ്പം നിൽക്കുക എന്നതല്ലാതെ മറ്റ് പോംവഴിയും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അറബ് രാജ്യങ്ങളൊന്നും ആ വിഷയമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ഇസ്രായേലിൻ്റെ പാർലമെൻ്റ് അകത്ത് പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് രക്ഷയില്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പുറത്ത് രക്ഷയുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. മാത്രവുമല്ല, ഇസ്രായേൽ ജനങ്ങൾക്ക്, ഇസ്രായേൽ ഗവൺമെൻറ് എന്നുള്ള സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോവുകയും അവർ വല്ലാത്ത രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾക്കിതോട് കൂടിയിട്ട് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്.